ലക്ഷം വെട്ടിപ്പ് സർക്കാർ ഫണ്ടുകൾ വീതം വെപ്പിൽ ബഹുജന ഐക്യം സിന്ദാബാദ് ചങ്ങരോത്ത് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭരണസമിതി. സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷവും എന്ന ഒരു സംവിധാനമില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് പേര് തെളിയിക്കുമ്പോൾ നാടിന്റെ വികസനത്തിൽ പുതിയ കുതിച്ചുചാട്ടം നടത്താൻ കഴിയുന്ന ഭരണസമിതിയുടെ പേരാണ് പഞ്ചായത്ത് ഭരണസമിതി. എന്നാൽ 5 വർഷക്കാലം കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിന് മറ്റു പ്രദേശങ്ങളിൽ പോയി ചങ്ങരോത്തുകാരനാണെന്ന് പറയാൻ എല്ലാവരെയും നാണിക്കുന്ന തരത്തിലേക്ക് അത്രയും ഇകൈറ്റിയ ഒരു ഭരണകൂടം ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നമുക്കറിയാം, ഈ പഞ്ചായത്തിൽ നിപ്പ വന്നപ്പോ നമ്മൾ വയനാട്ടിലേക്കോ മറ്റോ പോകുമ്പോൾ ബസ്സിലിരുന്നാൽ ബസ്സിൽ നമുക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ചങ്ങരോത്ത് പഞ്ചായത്തുകാരനാണെന്ന് പറയുമ്പോൾ എല്ലാവരും സീറ്റ് എഴുന്നേറ്റ് നമുക്ക് സീറ്റ് തരാറുണ്ടായിരുന്നു. അത് നിപ്പയെ പേടിച്ചിട്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പോകുമ്പോൾ ചങ്ങരത്താണെന്ന് പറയുമ്പോ എല്ലാവരും മൂക്ക് പൊത്തുകയാണ്. അത്രയും നാണം കെട്ട ഭരണകൂടമേ, നിങ്ങൾക്കെതിരെയാണ് രോക്ഷത്തിന്റെ കൈകൾ വരുന്നത്. ഈ മുസ്ലിമിൽ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോ നാളുകളിൽ ഈ പഞ്ചായത്തിനെ കട്ടുമുടിച്ച് നാണക്കേട് മാത്രം ഞങ്ങൾക്ക് വരുത്തി വെച്ച് ഈ പഞ്ചായത്തിന്റെ ഭരണകൂടത്തെ പിഴുതരിക തന്നെ ചെയ്യും. ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നു. കാരണം എന്തെന്നറിയോ, ഇന്നലെ വികസന ജാഥയിൽ പ്രസിഡന്റ് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. സ്നേഹത്തോടെ അതിലേറെ സന്തോഷത്തോടെ പറയട്ടെ, പ്രിയപ്പെട്ട പ്രസിഡന്റ്, ഞങ്ങൾ തയ്യാറാണ്. വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണി. അതിനു വേണ്ട സംവിധാനങ്ങൾ, ഗ്രൗണ്ട്, മൈക്ക്, മറ്റ് സംവിധാനങ്ങൾ ഞങ്ങളുടെ ചെലവിലെടുത്തോളൂ. പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ കയ്യിൽ എടുക്കേണ്ട, ഭരണസമിതിയുടെ പണവും എടുക്കേണ്ട എന്ന് ഞങ്ങൾ ആധികാരികമായി പറയുകയാണ്. 5 വർഷത്തെ വികസന പദ്ധതികൾ ഒന്ന് വിലയിരുത്തണം. ഞങ്ങളുടെ വികസന പദ്ധതിയും ഒന്നിച്ച് നമുക്ക് സംവാദം നടത്താം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച് ഒരു സംവാദത്തിന് മോഡറേറ്റർ നിയമിച്ചുകൊണ്ട് അതൊരു CPM-ന്റെ അനുഭാവിയെ നിങ്ങൾ വെച്ചോ, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുത്തിരിക്കുന്നു. ആ വെല്ലുവിളി നടപ്പിലാക്കാൻ ഇനി ഒരു നിമിഷം പോലും പ്രസിഡന്റും പാർട്ടിയും മുന്നോട്ട് പോകരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. വർഷക്കാലം കൊണ്ട് എല്ലായിടത്തും അഴിമതിയാ. ജലജീവൻ മിഷൻ എന്നൊരു പദ്ധതി, ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകളൊക്കെ വെട്ടിക്കീറി ആ റോഡ് പുനരുദ്ധരിക്കാൻ ഏറ്റെടുത്ത കമ്പനി മിഡ്ലാൻഡ് കമ്പനിയാണോ? അതിന്റെ ഉപകരാർ ഏറ്റെടുത്തത് ആരൊക്കെയോ പറയുന്നത് മഹീന്ദ്ര എന്ന് പറയുന്നത് പോലെ ഉണ്ണി കമ്പനിയാണ്. നിങ്ങൾ പറയണം തെറ്റാണെങ്കിൽ ആ കമ്പനിയോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളത് റോഡ് നികത്തിയ മാത്രം പോരാ, അതിന് പിറകുള്ള അഴിമതിയെ കുറിച്ച് വരാനിരിക്കുന്ന നാളുകൾ നിങ്ങൾക്ക് ജയിലറകൾ സമ്മാനിക്കാൻ ഞങ്ങൾ അനധികൃതമായി നമ്പർ കൊടുത്താൽ കേവലം 2 മാസം